സെപ്റ്റംബർ മാസം 25-ാം തീയതി ക്രിസ്തുവർഷം 2024 പാലാരിവട്ടം ബൈബിൾ ചർച്ച് മലയാളം കൂട്ടായ്മയിൽ നിന്ന് ജീവനും ചൈതന്യവുമുള്ള ദൈവവചനവുമായി ദൈവകൃപയാൽ ഒരിക്കൽ കൂടി വിൻസെൻ്റ് തോമസ്. ഏവർക്കും ക്രിസ്തു യേശുവിൽ കൃപയും സമാധാനവും നേർന്നുകൊള്ളുന്നു. ഇന്നത്തെ ദൈവവചന വായന പൗലോസ് അപ്പസ്തോലൻ തീത്തോസിനെഴുതിയ ലേഖനം, തീത്തോസ് ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. തീത്തോസ് 3, 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. മുമ്പേ ഞാൻ 3 തൊട്ട് വായിക്കുകയാണ്. മുമ്പേ നാമും ബുദ്ധികെട്ടവരും അനുസരണമില്ലാത്തവരും വഴിതെറ്റി നടക്കുന്നവരും നാനാമോഹങ്ങൾക്കും ഭോഗങ്ങൾക്കും അധീനരും ഈർഷ്യയിലും അസൂയയിലും കാലം കഴിക്കുന്നവരും ദോഷിതരും അന്യോന്യം പകയ്ക്കുന്നവരും ആയിരുന്നുവല്ലോ. എന്നാൽ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെ ദയയും മനുഷ്യപ്രീതിയും ഉദിച്ചപ്പോൾ അവൻ നമ്മെ നാം ചെയ്ത നീതിപ്രവൃത്തികളാലല്ല തൻ്റെ കരുണപ്രകാരമത്രേ രക്ഷിച്ചത്. നാം അവൻ്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശപ്രകാരം നിത്യജീവൻ്റെ അവകാശികളായിത്തീരേണ്ടതിന് പുനർജനന സ്നാനം കൊണ്ടും നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മ നവീകരണം കൊണ്ടും തന്നെ. ഈ വേദഭാഗത്തും പുനർജനനം എന്ന, വീണ്ടും ജനനം എന്ന ഒരു ആശയമുണ്ട്. അതുകൊണ്ടാണ് ഈ വേദഭാഗം വായിക്കാനായിട്ട് ആഗ്രഹിച്ചത്. നമ്മുടെ ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്ക് മുമ്പായിട്ട് നമുക്ക് ദൈവത്തിലും പരിശുദ്ധാത്മാവിലും കർത്താവേശുവിൻ്റെ കാൽവരിയിലും ആശ്രയിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാമെന്ന് ഞാൻ കരുതുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥ പിതാവായ ദൈവമേ, അവിടുന്ന് ദൈവവും കർത്താവും രക്ഷിതാവുമായിരിക്കാൽ ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. തൻ്റെ പുത്രനെ അയച്ച് ഞങ്ങളെ രക്ഷിക്കുകയും പരിശുദ്ധാത്മാവിൽ ഞങ്ങളെ വീണ്ടും ജനിപ്പിച്ച് നിൻ്റെ മക്കളാക്കി തീർക്കുകയും ചെയ്യുന്ന വലിയ കൃപയ്ക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ഇപ്പോൾ ഞങ്ങൾ അവിടുത്തെ വചനം പഠിക്കുമ്പോൾ, ജീവനും ചൈതന്യമുള്ള ദൈവവചനം പഠിക്കുമ്പോൾ ഞങ്ങളെ അവിടുത്തെ പരിശുദ്ധാത്മാവിൽ പഠിപ്പിക്കണമേ എന്ന് അടിയങ്ങൾ അപേക്ഷിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. കഴിഞ്ഞ ചില ക്ലാസ്സുകളായിട്ട് നാം പഠിച്ചു വരുന്നത്, നമ്മുടെ പഠന വിഷയം ആത്മീയ ജീവനാണ്. ആത്മീയ ജീവനെന്നും വീണ്ടും ജനനം എന്നും ഉയരത്തിൽ നിന്ന് ജനനമെന്നും പരിശുദ്ധാത്മാവിനാൽ ജനനമെന്നും എല്ലാം നാം മനസ്സിലാക്കിയതാണ്. എന്നാൽ ഇവിടെ സത്യവേദ പുസ്തകത്തിൽ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെ നിന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് തീത്തോസിൻ്റെ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ നമ്മൾ വായിച്ച വേദഭാഗത്ത് അതിൻ്റെ 6-ാം വാക്യത്തിൽ പുനർജനനം എന്ന ഒരു ആശയം കൂടി നമുക്ക് ഇവിടെ കാണാൻ കഴിയും. നാം ആദ്യമായിട്ട് പരിഗണിച്ച പ്രധാനപ്പെട്ട വിഷയം, കർത്താവ് തന്നെ നിക്കോദോമസിനെ പഠിപ്പിച്ച, അവനെ വെല്ലുവിളിച്ച, നീ വീണ്ടും ജനിച്ചില്ല എങ്കിൽ നീ ദൈവരാജ്യം കാണുകയില്ല എന്നതിന് ഉറപ്പായി അവനോട് പറഞ്ഞു. അതുമാത്രമല്ല, എങ്ങനെയൊക്കെയാണ് ഈ കാര്യങ്ങൾ നടക്കുന്നതെന്നും ശക്തമായ ഉപദേശങ്ങൾ 3-ാം അധ്യായത്തിൽ ഉണ്ട് എന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ പരിഗണിച്ചതാണ്. അതിന് 3-ാം അധ്യായം നമ്മൾ പരിശോധിക്കുമ്പോൾ, യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം പരിശോധിക്കുമ്പോൾ നാം കാണുന്നത്, അതിന് 3-ാം വാക്യത്തിൽ നമുക്ക് പുതിയതായി ജനിച്ചില്ല എങ്കിൽ എന്നൊരു ആശയം നമുക്ക് കാണാൻ കഴിയും. 3-ാം അധ്യായത്തിന് 3-ാം വാക്യത്തിൽ യേശു അവനോട്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതിയ ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുമെന്ന് ആർക്കും കഴിയുകയില്ല എന്നുത്തരം പറഞ്ഞു. അപ്പോൾ അവിടെ ഒരു പുതിയതായ ജനനം എന്നുള്ള ഒരു ആശയം നമുക്ക് അവിടെ കാണാൻ കഴിയും. എൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്നാണ് വായിക്കുന്നത്.
ജലത്താലും ആത്മാവിനാലും ജനിക്കണം. കർത്താവിനെ പറഞ്ഞ വാക്യങ്ങളാണ് ഞാൻ നിങ്ങളോട് വായിച്ച് കേൾപ്പിക്കുന്നത്. ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. എന്നാൽ അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ തന്നെ 7-ാം വാക്യത്തിൽ പിന്നെയും കർത്താവ് പറയുകയാണ്, വീണ്ടും ജനിക്കണം. അത് കുറച്ചുകൂടി ശക്തമായ ഒരു പ്രയോഗമാണ്. 3-ാം അധ്യായത്തിൽ നിങ്ങൾ പുതിയതായി ജനിക്കണം എന്ന് ഞാൻ നിങ്ങളോട് പറയുകയാൽ ആശ്ചര്യപ്പെടരുത്. ഇത് ആശ്ചര്യമുണ്ടാക്കുന്നൊരു കാര്യമല്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ്. എന്നാൽ ഈ 3-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ അതിൻ്റെ മൂലഭാഷയിലെ കൊയിനെ ഗ്രീക്ക് എന്ന് പറയുന്ന ഭാഷയിലാണ്, ഗ്രീക്ക് ഭാഷയിലാണ് പുതിയ നിയമം എഴുതപ്പെട്ടത്. ആ ഭാഷയിൽ ഇത് പരിശോധിക്കുമ്പോൾ ഇത് വളരെ നമുക്ക് അത്യാവശ്യമായി നമ്മളിൽ നടക്കേണ്ട എന്ന് പറഞ്ഞാൽ, ഇത് കൂടാതെ നമുക്ക് ജീവൻ ലഭിക്കുകയില്ല. ഈ ആത്മീയ മനുഷ്യനാകണമെങ്കിൽ, ആത്മീയ ജീവൻ ലഭിക്കണമെങ്കിൽ, ആത്മീയ ജീവൻ തുടരണമെങ്കിൽ ഇത് അത്യന്താപേക്ഷിതമായ ഒരു കാര്യമായിട്ടാണ് ഈ വേദഭാഗത്ത് അത് ഗ്രീക്ക് ഭാഷയിൽ എഴുതിയിരിക്കുന്നത്. അതിന് ഡൈ എന്നൊരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് മസ്റ്റ് എന്നാണ് ഇംഗ്ലീഷിൽ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ജനിക്കണം എന്ന് മലയാളത്തിൽ നാം പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഏതൊരു ഭാഷയിൽ നിന്ന് വേറൊരു ഭാഷയിലേക്ക് നാം പരിഭാഷപ്പെടുത്തുമ്പോൾ അതിൻ്റെ പല പ്രധാനപ്പെട്ട കാര്യങ്ങളും നമുക്ക് നഷ്ടപ്പെടാനിടയുണ്ട്. അതുകൊണ്ടാണ് അല്പമെങ്കിലും ഈ മൂലഭാഷകളെ സംബന്ധിച്ച്, അതിൻ്റെ പരിഭാഷകളെ സംബന്ധിച്ചൊക്കെ അല്പം എങ്കിലും അറിവുണ്ടായിരിക്കുന്നത് നല്ലതാണ്. അങ്ങനെ ഒരു അല്പം ജ്ഞാനിയാണ് ഈ കാര്യം എന്നുള്ളതും നിങ്ങൾക്ക് അറിയാമല്ലോ. അങ്ങനെ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ കർത്താവായ യേശുക്രിസ്തു പഠിപ്പിച്ച വളരെ പരമപ്രധാനമായിട്ടുള്ള മനുഷ്യനെ സംബന്ധിച്ച് അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു ഉപദേശമാണ് വീണ്ടും ജനനം, ഉയരത്തിൽ നിന്നുള്ള ജനനം എന്നുള്ള ആശയം. എന്നാൽ ഈ യോഹന്നാൻ്റെ സുവിശേഷത്തിന് 1-ാം അധ്യായം നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെയും നമുക്ക് ഒരു ജനനം കാണാൻ കഴിയും. 1-ാം അധ്യായത്തിൻ്റെ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ ഞങ്ങൾ വായിച്ചു കേൾപ്പിക്കാം. അവൻ സ്വന്തത്തിലേക്ക് വന്നു. ഇവിടെ യോഹന്നാൻ എഴുതുകയാണ്. അവൻ എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു, യഹൂദന്മാരുടെ മശിഹ, യഹൂദരുടെ ഇടയിലേക്ക് വന്നു എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അവൻ സ്വന്തത്തിലേക്ക്, അവൻ അവൻ്റെ സ്വന്തം ജനമാണ്. യേശുക്രിസ്തു യഹൂദനായി ജനിച്ചവനാണ് എന്നുള്ളത് ഒരിക്കലും നാം മറക്കരുത്. അത് പരമപ്രധാനമായിട്ടുള്ള ദൈവിക ഉപദേശമാണ്. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. നമുക്കറിയാം അവനെ കൈക്കൊണ്ടില്ല എന്നത് മാത്രമല്ല, അവനെ തിരസ്കരിച്ച് അവനെ റോമാ സാമ്രാജ്യത്തിലെ നേതാക്കളുമായിട്ട് യോജിച്ച്, പാപികളുമായിട്ട് യോജിച്ച് യേശുക്രിസ്തുവിനെ, അവരുടെ സ്വന്തം മശിഹായെ അവർ ക്രൂശിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ 12-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്ന അവനെ കൈക്കൊണ്ട്, അവനെന്ന് പറയുമ്പോൾ ഈ യഹൂദന്മാരുടെ മശിഹ, നമ്മളുടെ കർത്താവായ യേശുക്രിസ്തു, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കൾ ആകുവാൻ അവൻ അധികാരം കൊടുത്തു. എന്ന് പറഞ്ഞാൽ പിതാവായ ദൈവം അധികാരം കൊടുത്തിരിക്കുകയാണ്. വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ. ആരിൽ വിശ്വസിക്കുന്നവർ? ഈ യഹൂദന്മാരുടെ മശിഹായിൽ. അവർ തിരസ്കരിച്ച, അവർ ക്രൂശിച്ച, എന്നാൽ പരിശുദ്ധാത്മാവിൽ നമുക്ക് ബോധ്യം ലഭിച്ച് നാം അത് വിശ്വസിക്കുമ്പോൾ നമ്മൾ ദൈവ മക്കൾ ആകുവാൻ അത് ഇടയായിത്തീരും. അവർക്ക് അധികാരം കൊടുത്തു എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ 13-ാം വാക്യം വളരെ ശ്രദ്ധേയമായ വിഷയമാണ്. പ്രത്യേകിച്ച് നമ്മുടെ വീണ്ടും ജനനവുമായിട്ട് ബന്ധപ്പെട്ട ആ ജനനം എന്നുള്ള ഒരു ആശയം നിങ്ങളെ ബോധിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിന് 13-ാം വാക്യത്തിൽ അവർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ യഹൂദന്മാരുടെ മശിഹായിൽ അവരെ തിരസ്കരിച്ച, എന്നാൽ പരിശുദ്ധാത്മാവിൽ നമുക്ക് ബോധ്യം നമ്മൾ വിശ്വസിച്ച ഈ യേശു ക്രിസ്തുവിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നുള്ളത്? അവർക്ക് ദൈവ മക്കളാകുവാൻ അവ
അവർക്ക് അധികാരം കൊടുത്തിരിക്കുകയാണ്. അതിനെക്കുറിച്ച് ഈ ദൈവമക്കളാകുന്ന ആ പ്രക്രിയയെ സംബന്ധിച്ചിടത്തോളം വേദപുസ്തകം പറയുന്നത്, തിരുവെഴുത്ത് പറയുന്നത് 13 വാക്യത്തിൽ, അവർ ഇങ്ങനെ വിശ്വസിച്ചവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിൻ്റെ ഇഷ്ടത്താലല്ല, പുരുഷൻ്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. ഇത് എത്രയോ ശക്തമായ വ്യക്തമായ ഒരു ഉപദേശമാണ് എന്ന് നിങ്ങൾ ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത് പറഞ്ഞു വരുന്നതിൻ്റെ സാരം ഇതാണ്. ദൈവവചനം എന്ന് പറയുന്നു, സഭകൾ വേറെ ചെയ്യുന്നു, നേതാക്കൾ വേറെ ചെയ്യുന്നു, വേറെ വ്യാഖ്യാനങ്ങൾ കൊണ്ടുവരുന്നു. നമ്മൾ പോകുന്ന വിഷയം അങ്ങോട്ടേക്കാണ്. ദൈവവചനം നന്നായിട്ട് അറിയുന്നില്ല എങ്കിൽ നമ്മൾ വഞ്ചിക്കപ്പെടും. ആ വഞ്ചനയിൽ നമ്മുടെ നിത്യജീവൻ, നിത്യമായിട്ടുള്ള കാര്യങ്ങൾ, സ്വർഗം, നരകം എന്നുള്ള നിത്യമായ കാര്യങ്ങളെ സംബന്ധിച്ച് വേറെ പലരുടെയും ഉപദേശങ്ങൾ നമ്മൾ കേട്ടാൽ, ദൈവവചനം വായിക്കുകയും വിശ്വസിക്കുകയും ചെയ്യാതിരുന്നാൽ, അത് മനസ്സിലാക്കി വിശ്വസിക്കാതിരുന്നാൽ നമുക്ക് ഛേദം ഉണ്ടാകും എന്നുള്ളതിന് തെളിവുകളാണ്. അപ്പോൾ അങ്ങനെ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 1-ാം അധ്യായവും അതിൻ്റെ 3-ാം അധ്യായമൊക്കെ വായിക്കുമ്പോൾ, കൂടാതെ നമ്മളിന്ന് തീത്തോസിൻ്റെ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 7 വരെ വാക്യങ്ങളും വായിച്ചു. അവിടെയും പുനർജന്മ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ സാരം ഇതാണ്. ഇത് കർത്താവ് യേശു ക്രിസ്തു പഠിപ്പിച്ചതും അപ്പസ്തോലന്മാർ പഠിപ്പിച്ചതും വിശ്വസിച്ചതുമായ, തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതുമായ ഈ വിഷയം അത് അതേ വിധത്തിൽ നാം മനസ്സിലാക്കണം. അതാണ് നമ്മുടെ ആത്മരക്ഷയ്ക്കും പുതിയ ജനനത്തിനും നിത്യമായ കാര്യങ്ങളെയും ഉറപ്പാക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം നാം വായിക്കുമ്പോൾ അത് ഏകദേശം AD 30-ാം നൂറ്റാണ്ട്, AD 30-ാം വർഷത്തിൽ സംഭവിച്ച കാര്യമാണ്. എന്നാൽ തീത്തോസിൻ്റെ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ അത് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ മരണത്തിന് ശേഷം, പെന്തക്കോസ്ത് നാളിന് ശേഷം പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട അപ്പസ്തോലന്മാരും അവരെഴുത്തുകാരും ചേർന്ന് എഴുതിയ, പൗലോസ് എഴുതിയ ലേഖനമാണ് തീത്തോസ്. അത് ഏകദേശം AD 63-ലാണ്. എന്ന് പറഞ്ഞാൽ കർത്താവ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറഞ്ഞ വീണ്ടും ജനനത്തിൻ്റെ കാര്യം ഏകദേശം 30 വർഷങ്ങൾക്ക് ശേഷം പരിശുദ്ധാത്മാവിനാൽ നിയോഗം പ്രാപിച്ച പൗലോസ് അപ്പസ്തോലൻ ഇതേ കാര്യങ്ങൾ പിന്നെ എഴുതിയിരിക്കുകയാണ്. അതുകൂടാതെ നമ്മൾ 1 പത്രോസ് 1-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യം നമ്മൾ വായിച്ചാൽ നമുക്കൊന്ന് വായിച്ചു നോക്കാം ഇതെന്താണ് പറയുന്നത് എന്ന്. പത്രോസിൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യം നമുക്ക് ഒന്ന് വായിച്ചു നോക്കാം ഇതെന്തോന്നാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഇത് വായിച്ച് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ ദുരുപദേശം എന്താണ്, നേതാക്കന്മാരുടെ ഇഷ്ടങ്ങളും സ്വാർത്ഥതയൊക്കെ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെ നമുക്ക് സത്യം വിശ്വസിക്കാനും സത്യത്തിൽ നിലനിൽക്കാനും നമുക്ക് സാധിക്കണം. ഞാൻ വായിക്കുന്നത് 1 പത്രോസിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യം. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. ഇവിടെയും വീണ്ടും ജനനം എന്ന ഒരു പ്രക്രിയ, ഒരു വലിയ സംഭവം, അതിനെക്കുറിച്ച് പത്രോസ് അപ്പസ്തോലൻ പറയുകയാണ്. അപ്പോൾ കർത്താവ് പറഞ്ഞു, അപ്പസ്തോലനായ പൗലോസ് പറഞ്ഞു, പത്രോസ് തൻ്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നു, തിരുവചനത്തിൽ ഇത് അതേപടി ഇപ്രകാരം തന്നെ അത് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നാം പഠിച്ചു വരുമ്പോൾ നാം മനസ്സിലാക്കുന്ന കാര്യം, കർത്താവും അപ്പസ്തോലന്മാരും പഠിപ്പിക്കുകയും തിരുവചനം സൂക്ഷിക്കുകയും ചെയ്യുന്ന ഉപദേശമാണ് വീണ്ടും ജനനം. എന്നാൽ വിവിധ സഭകളുടെ ഉപദേശങ്ങളോ എത്രയോ വിപരീതമാണ്. ഞാൻ അതിലേക്കാണ് നിങ്ങളെ നയിക്കാൻ ആഗ്രഹിക്കുന്നത്. സത്യം എവിടെ കിടക്കുന്നു? അത് ദൈവത്തിലും ദൈവവചനത്തിലുമാണ്. കാരണം ദൈവം സത്യവാനാണ്. എന്നാൽ
നാമധേയ ക്രൈസ്തവ സമൂഹങ്ങളിൽ ഇത് എത്രയോ വിപരീതമായ ഒരു സംഭവമാണ് നടക്കുന്നത്. നമുക്കറിയാം സഭയുടെ തുടക്കം അത് AD 33 പെന്തക്കോസ്ത് നാളിലാണ് ആരംഭിച്ചത്. പരിശുദ്ധാത്മാവ് വന്നു, പരിശുദ്ധാത്മാവിനെ അവർ സ്നാനപ്പെട്ടു, പരിശുദ്ധാത്മാവ് അവരിൽ വസിച്ചു, അവർ പ്രസംഗിയുണ്ടായത്. അന്ന് 3000 പേര് രക്ഷിക്കപ്പെടുകയുണ്ടായി. അങ്ങനെയാണ് സഭയുടെ ആരംഭം. എന്നാൽ തുടർന്ന് നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോൾ ആദ്യത്തെ 100 വർഷത്തെ ചരിത്രം നമുക്ക് തിരുവചനത്തിലുണ്ട്. വെളിപാട് പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അതിൽ 7 സഭകളെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അത് AD 100 സംഭവങ്ങളാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ആദിമ നൂറ്റാണ്ടിലെ സഭയുടെ കാര്യങ്ങളും ദൈവിക സത്യങ്ങളും രൂപീകരിക്കപ്പെടുകയും രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. തുടർന്ന് ഏകദേശം 1000 ഒരു 400-500 വർഷങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ ആദ്യത്തെ 400 വർഷം ഏകദേശം ഒരു സഭ മാത്രമാണ് ഈ ലോകത്തിലുണ്ടായിരുന്നത്. അതിൻ്റെ ആസ്ഥാനമായിട്ട് അന്ത്യോക്യയും അലക്സാണ്ട്രിയയൊക്കെ ആയിരുന്നു. ഈജിപ്തിലെ അലക്സാണ്ട്രിയയൊക്കെ ആയിരുന്നു. പിൽക്കാലങ്ങളിലാണ് അത് റോമിലേക്ക് മാറ്റപ്പെട്ടത്. ഇതെല്ലാം സഭാ ചരിത്രത്തിലുള്ള കാര്യങ്ങൾ, ആ തിരുവചനത്തിലെ ഉപദേശങ്ങളല്ല. അതിനുശേഷം ഈ ഏക സഭ, അതുകൊണ്ടാണ് നമ്മൾ വിശ്വാസപ്രമാണം നമ്മൾ പരിശോധിക്കുമ്പോൾ വിശ്വാസപ്രമാണം അത് പരിശോധിക്കുമ്പോൾ ഏകവും കാതോലികവുമായ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. ആ കാതോലിക സഭ എന്ന് പറയുമ്പോൾ അതാണ് യൂണിവേഴ്സൽ ചർച്ച്, സാർവത്രിക സഭ എന്ന് പറയുന്നത്. അത് ഒന്നേ ഉള്ളൂ, അതാണ് ആദിമ സഭ. ആ സഭയാണ് ഇന്ന് നിലനിൽക്കുന്നത്. എന്നാൽ ഈ സഭയിൽ ദുരുപദേശങ്ങൾ കടക്കുകയും പരിശുദ്ധാത്മാവ് അസത്യത്തെ മാറ്റുകയും സത്യത്തെ പിന്തുടരുകയും അതിൽ വേണ്ട ഉപദേശങ്ങൾ നൽകുകയും ചെയ്തു. ആ വിധത്തിൽ കത്തോലിക്ക സഭയാണ് ശരിയായിട്ടുള്ള സഭ. അത് സാർവത്രിക സഭയാണ്. അത് അല്ലാത്തത് ഒന്നും തന്നെ സഭയല്ല. അങ്ങനെ നോക്കുമ്പോൾ പൗരസ്ത്യ സഭകൾ, നമ്മൾ കിഴക്കൻ സഭകൾ എന്ന് പറയും, അത് ഗ്രീക്ക് ഓർത്തഡോക്സ് ആയിട്ട് തുടങ്ങിയതാണ്. അവർ ഗ്രീക്ക് സമ്പ്രദായങ്ങൾ, ഗ്രീക്ക് ചിന്തകൾ ദൈവവചനത്തിലേക്ക് കടന്നു കൊണ്ടുവന്ന് അതിനെ പരിഭാഷപ്പെടുത്തി അതിനെ വ്യാഖ്യാനിച്ച് ഉണ്ടായ ഒരു വ്യത്യസ്തമായ ഒരു ചിന്താഗതിയാണ് ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയിൽ. പിൽക്കാലങ്ങളിൽ നൂറ്റാണ്ടുകൾ കഴിയും തോറും ഒരുപാട് വിഭാഗങ്ങൾ അതിലുണ്ട്. അതിൽ ചില വിഭാഗങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിലുമുണ്ട്. അപ്പോൾ ഇങ്ങനെ സഭാചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ തുടക്കത്തിൽ ഒരു സഭ, പിന്നെ പല ദുരുപദേശങ്ങൾ കടന്നു വരുന്നു. സഭയുടെ വിഭജനം 1556 ഉണ്ടാകുന്നത്. പൗരസ്ത്യ സഭയും പാശ്ചാത്യ സഭയും തമ്മിലുള്ള വിള്ളൽ ഉണ്ടാകുകയാണ്. അത് പരിശുദ്ധാത്മാവ് ചെയ്തൊരു കാര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഞാൻ പിന്തുടരുന്നത് ഈ കത്തോലിക്ക വിശ്വാസമാണ്. ശരിയായിട്ടുള്ള സാർവത്രിക സഭയുടെ സത്യ ദൈവവചനത്തിൽ നിന്നുള്ള ഉപദേശമാണ് ഞാൻ കൈക്കൊള്ളുന്നതും ഞാൻ പഠിപ്പിക്കുന്നതും. എന്നാൽ 1517 ഒരു നവീകരണം ഉണ്ടായി. പ്രൊട്ടസ്റ്റൻ്റ് നവീകരണം എന്നാണ് നമ്മൾ പഠിക്കുന്നത്. 1517 മാർട്ടിൻ ലൂതർ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് നടന്നത്. അദ്ദേഹം ഒരു വലിയ ഭക്തനായിരുന്നു. തുടർന്ന് ഈ നവീകരണത്തിന് ശേഷം വിവിധ ദൈവശാസ്ത്രങ്ങൾ ഉത്ഭവിക്കുകയുണ്ടായി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജോൺ കാൽവിൻ കൊണ്ടുവന്ന ഉപദേശങ്ങളാണ്. കാൽവിനിസം, ജോൺ കാൽവിൻ്റെ കാൽവിനിസം എന്നാണ് അതറിയപ്പെടുന്നത്. വളരെ തികച്ചും തെറ്റായ ഉപദേശങ്ങൾ പഠിപ്പിക്കുന്ന ഒരു വിഭാഗമാണത്. അതുകൂടാതെ തന്നെ ഈ പ്രൊട്ടസ്റ്റൻ്റ് നവീകരണം 1517 ശേഷം ജോൺ കാൽവിനെ പോലെ ജേക്കബ് അർമീനിയസ് എന്ന് പറഞ്ഞൊരു വ്യക്തിയും ഉപദേശങ്ങൾ കൊണ്ടുവന്നു. ഇത് രണ്ടും ദൈവവചനത്തിൽ നിന്ന് കണ്ടെത്തിയ ദൂരമായിട്ടുള്ള രണ്ട് ആശയങ്ങളെ കൊണ്ട് ഉണ്ടാക്കപ്പെട്ടതാണ്. ജോൺ കാൽവിൻ പറഞ്ഞ ധർമ്മം സർവാധിപനാണ്. അതുകൊണ്ട് അവൻ്റെ ഇഷ്ടപ്രകാരം മാത്രം ചിലരെ രക്ഷയ്ക്കും ചിലരെ നാശത്തിനുമായിട്ട് അവൻ ദൈവം സൃഷ്ടിച്ചിരിക്കുകയാണ്. എന്നാൽ ജേക്കബ് അർമീനിയസ് അത് വിരുദ്ധമായ ചില ഉപദേശങ്ങൾ കൊണ്ടുവന്നു. അങ്ങനെ
പ്രൊട്ടസ്റ്റൻ്റ് സഭകളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ച് ദൈവിക സത്യങ്ങൾ നമുക്ക് ബോധ്യപ്പെടുത്തി തന്ന് അതിൽ നിന്ന് ഉരുത്തിരിച്ചു വന്ന ഒരു സഭയാണ് ഈ ബൈബിൾ ചർച്ച് എന്ന് പറയുന്ന സഭ. ഞങ്ങളതിൻ്റെ ഭാഗമാണ്. അപ്പം ഇങ്ങനെ സഭയിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള വിവിധ ഉപദേശങ്ങൾ കടന്നു വരാനിടയായത്? പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ദൈവവചനത്തിൻ്റെ രണ്ട് പ്രധാന ദുരുപയോഗം. അതാണ് നമ്മുടെ വിഷയം. അത് വീണ്ടും ജനനത്തോടുള്ള സംബന്ധത്തിലും രക്ഷയോടുള്ള സംബന്ധത്തിലും നീതീകരണത്തിൻ്റെ സംബന്ധത്തോടും വിശ്വാസമായ കാര്യങ്ങളെ സംബന്ധിച്ചും എല്ലാം തന്നെ വിവിധമായ അഭിപ്രായങ്ങളും, നല്ല അഭിപ്രായങ്ങളും ചീത്ത അഭിപ്രായങ്ങളും ഉണ്ട്. ഒന്നാമത്തെ ദൈവവചനത്തിൻ്റെ ദുരുപയോഗക്കാർ ഒരു കൂട്ടരെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ അവർ അവിശ്വസ്തരായ ഉപദേശകന്മാരാണ്. അവർ വിശ്വസ്തരല്ല. നമുക്കറിയാം, ദൈവം തൻ്റെ ദൈവ മക്കളിൽ നിന്നാഗ്രഹം നമ്മൾ വിശ്വസ്തരായിരിക്കണം. ദൈവത്തോടും ദൈവവചനത്തോടും ദൈവത്തിൻ്റെ ആശയങ്ങളോടും കൂറുള്ളവരായിരിക്കണം. അപ്പം ഇങ്ങനെ ഈ ദൈവവചനത്തിൻ്റെ ദുരുപയോഗം നടക്കുന്ന അവിശ്വസ്തരായ ഉപദേശകന്മാർ, നേതാക്കന്മാർ. നമുക്കറിയാം, കർത്താവിൻ്റെ കാലത്ത് നിക്കോദെമോസ് എന്ന് പറയുന്ന അദ്ദേഹം വലിയൊരു ടീച്ചറായിരുന്നു, ഒരു പ്രധാനിയുമായിരുന്നു. വേദപണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ അദ്ദേഹം സൻഹീദ്രിൻ എന്ന് പറയുന്ന വലിയ ഒരു കൂട്ടത്തിൻ്റെ ഭരണാധികാരമുള്ള ഒരു കൂട്ടത്തിൻ്റെ ഒരു വ്യക്തിയായിരുന്നു. അതുമാത്രമല്ല, അവൻ ഉപദേശകനായിരുന്നു, പഴയ നിയമ ഉപദേശകൻ. എന്നാൽ അദ്ദേഹത്തിന് പോലും തെറ്റുപറ്റിപ്പോയി. അദ്ദേഹം വീണ്ടും ജനനത്തെക്കുറിച്ച് നീ എന്തുകൊണ്ട് ആശ്ചര്യപ്പെടുന്നു എന്നാണ് ചോദിച്ചത്. രണ്ടാമതായിട്ട്, തിരുവചനം ഈ സഭകൾ അവരുടെ നേതൃത്വം ചേർന്ന് ദുർവ്യാഖ്യാനം ചെയ്യുന്നു. അപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ് ഇന്ന് നമ്മളുടെ ഈ സമകാലിക കാലത്ത് നാം അഭിമുഖീകരിക്കുന്നത്. ഒന്ന്, അവിശ്വസ്തരായ ഉപദേശകന്മാർ, ദുർവ്യാഖ്യാനം എന്ന രണ്ട് വിഷയങ്ങൾ. അതിൻ്റെ വിഷയം എന്താണ്? എന്തുകൊണ്ട് ഇതിനെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരായിരിക്കണം? കാരണം ശിക്ഷ, രക്ഷിക്കപ്പെടുക അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെടുക, ഇതിനിടയ്ക്കൊരു പരിപാടിയില്ല വേദപുസ്തകത്തിൽ. ഒന്നില്ലെങ്കിൽ സ്വർഗം അല്ലെങ്കിൽ നരകം. ഈ കാര്യങ്ങൾ, നിത്യമായ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ആരാണ്? നമ്മൾ വ്യക്തിപരമായിട്ടാണോ തീരുമാനിക്കുന്നത്? തിരുവചനപ്രകാരമാണോ? ദൈവത്തിൻ്റെ അധികാരത്തിൽപ്പെട്ട വിഷയമാണോ നമ്മൾ വിശ്വസിക്കുന്നത്? എന്നാൽ ഈ ശിക്ഷ, സ്വർഗം നരകം എന്നീ കാര്യങ്ങൾ തീരുമാനിക്കുന്ന മിക്കവാറും മത നേതാക്കളാണ് ദൈവിക കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത്. അതിന് വലിയൊരു മാറ്റം വരേണ്ടിയിരിക്കുന്നു. നിത്യമായ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് ഉപയോഗിക്കുന്നത് അത് ദുർവ്യാഖ്യാനമാണ്. അതുകൊണ്ടാണ് ഓരോ സഭകളിലും നാം അത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ കാൽവിനിസം എന്ന് പറയുന്ന അതിൽ നിന്നാണ് ഈ റിഫോംഡ് തിയോളജി. ഇപ്പോൾ ആംഗ്ലിക്കൻ ചർച്ച്, നോർവേ, നെതർലാൻഡ്സ്, ആ ഭാഗങ്ങളിലുള്ള റിഫോംഡ് ചർച്ചസ്, ലൂതറൻ ചർച്ച്, ഇതിനെയൊക്കെ ഒരുപാട് ഇത് സ്വാധീനിച്ചിട്ടുണ്ട്. നിങ്ങൾ അവരുടെ ഉപദേശങ്ങളിൽ നിന്ന് പരിശോധിച്ച് നോക്കൂ. പ്രത്യേകിച്ച് കാൽവിനിസം, നമ്മുടെ നാട്ടിൽ വളരെ ധാരാളം ആൾക്കാരുള്ള ഒരു സഭയാണ് കാൽവിനിസത്തെ അവർ വിശ്വസിക്കുന്നവർ. അവരുടെ പുനർജനനത്തെക്കുറിച്ച്, വീണ്ടും ജനനത്തെക്കുറിച്ച് നിങ്ങളൊന്ന് വായിച്ചു അവരുടെ ഉപദേശങ്ങൾ കേൾക്കും. തികച്ചും ഇത് എവിടെ നിന്ന് വന്നു നമ്മൾ ചിന്തിച്ചു. അതുപോലത്തെ ദുരുപദേശങ്ങളാണ്. എന്തിനു വേണ്ടിയാണ് അത് ചെയ്യുന്നത്? അവരുടെ സിദ്ധാന്തം, അവരുടെ വേദശാസ്ത്രം, അവർ കണ്ടെത്തിയ അവരുടെ സഭ, അവരുടെ നേതാക്കന്മാരുടെ സൗകര്യാർത്ഥം നടത്താൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അത് ആദിമ സഭ മുതൽ അത് നമുക്ക് വേദപുസ്തകത്തിൽ കാണാൻ കഴിയും, ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതിനെക്കുറിച്ചൊരു വെളിപ്പാട്, ഒരു പുതിയ അറിവ് നിങ്ങൾക്ക് നൽകുക. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തിലേക്ക് തിരിഞ്ഞ്, ദൈവവചനത്തിലേക്ക് തിരിഞ്ഞ്, ക്രിസ്തുവിലേക്ക് തിരിഞ്ഞ് സത്യങ്ങൾ അറിഞ്ഞവരായി നിങ്ങളുടെ നിത്യമായ കാര്യങ്ങൾ നിങ്ങൾ തന്നെ അതിനെക്കുറിച്ച് വിശ്വസിക്കുകയും തീരുമാനിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. നിത്യമായ കാര്യങ്ങൾ അങ്ങനെ ഈ മത നേതാക്കൾ തീരുമാനിക്കുന്നു. അതിൽ പെട്ടുപോയ
മതഭക്തന്മാർ, അതിൻ്റെ അംഗങ്ങൾ, ദുർഭാഗ്യമെന്ന് പറയട്ടെ, അവർ പെട്ടുപോയിരിക്കുകയാണ്. അതിൽ നിന്ന് രക്ഷ പ്രാപിക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണ്. എന്തുകൊണ്ട് ഇവർ, ഈ മത നേതാക്കന്മാർ, ഈ അവിശ്വസ്തരായ ഉപദേശകന്മാർ ദുർവ്യാഖ്യാനം വഴി മനുഷ്യനെ പറ്റിക്കുന്നു, മനുഷ്യനെ വഞ്ചിക്കുന്നു? അതിന് പ്രധാനപ്പെട്ട കാരണം വ്യക്തികളുടെയും സഭകളുടെയും സ്വാർത്ഥ താല്പര്യങ്ങളാണ്, വ്യക്തി താല്പര്യങ്ങളാണ്, ദുരാഗ്രഹമാണ്. നമുക്കറിയാം, മോശയുടെ കാലത്ത് മോശ അതീവ ഗുരുതരമായ പ്രശ്നങ്ങൾ കടന്നു പോയ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് അമ്മായിയപ്പൻ യത്രോ ഒരു നല്ല ഉപദേശം കൊടുത്തു. എല്ലാ കാര്യങ്ങളിലും നീ ഇങ്ങനെ ദൈവത്തിനും ഈ ഇസ്രായേൽ ജനത്തിനും മധ്യേ നിന്നാൽ നീ വളരെ കഷ്ടപ്പെടും. അതുകൊണ്ട് അവനൊരു ഉപദേശം കൊടുത്തു, നല്ലൊരു ഉപദേശമായിരുന്നു. നീ എന്ത് ചെയ്യണം? ദൈവഭക്തന്മാരെ, സത്യ അന്വേഷികളെ, സത്യത്തിൽ വിശ്വസിക്കുന്നവരെ, ദുരാഗ്രഹം ഇല്ലാത്തവരെ. ഇതാണ് 3 ക്വാളിഫിക്കേഷൻസ് അവിടെ പറയുന്നത്. നിങ്ങൾ വിചാരിക്കുന്നത് ഞാനുണ്ടാക്കി പറയുക. നമുക്കൊന്ന് വേദപുസ്തകം പരിശോധിച്ച് നോക്കാം. പുറപ്പാട് പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഇവിടെ യിത്രോ മോശയ്ക്ക് കൊടുക്കുന്ന ഒരു ഉപദേശമാണ്. അതിൻ്റെ പുറപ്പാട് പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം. അതിൻ്റെ 20-ാം വാക്യം ഇങ്ങനെയാണ്. അതിൻ്റെ 19 വായിച്ചു കഴിഞ്ഞാൽ, ആകയാൽ എൻ്റെ വാക്ക് കേൾക്ക, ഞാനൊരു ആലോചന പറഞ്ഞു തരാം. ദൈവം നിന്നോട് കൂടി ഇരിക്കും. നീ ജനത്തിനു വേണ്ടി ദൈവസന്നിധിയിൽ ഇരിക്കുക. നീ കാര്യങ്ങളെ ദൈവസന്നിധിയിൽ കൊണ്ടു ചെല്ലുക. ഇത് മോശയോട് പറയുന്ന അമ്മായിപ്പൻ്റെ ജിത്രോയുടെ ഒരു ഉപദേശമാണ്. 20-ാം വാക്യത്തിൽ അവർക്ക്, ഈ യഹൂദന്മാർക്ക്, ഈ ഇസ്രായേൽ ജനത്തിന്, അവർക്ക് കൽപ്പനകളും പ്രമാണങ്ങളും ഉപദേശിക്കുകയും നടക്കേണ്ടുന്ന വഴിയും ചെയ്യേണ്ടുന്ന പ്രവൃത്തിയും അവരെ അറിയിക്കുകയും ചെയ്യുക. അതാണ് മോശയുടെ ഉത്തരവാദിത്തം. 21-ാം വാക്യത്തിൽ, അതല്ലാതെ ദൈവഭക്തന്മാരും സത്യവാന്മാരും ദുരാദായം വെറുക്കുന്നവരുമായ പ്രാപ്തിയുള്ള പുരുഷന്മാരെ സകല ജനത്തിൽ നിന്ന് തിരഞ്ഞെടുത്തവർ 1000 പേർക്ക് അധിപരായും 100 പേർക്ക് അധിപരായും 50 പേർക്ക് അധിപരായും 10 പേർക്ക് അധിപരായും നിയമിക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജോലി അല്പം എളുപ്പമാകാൻ എത്രയോ അമ്മായിപ്പൻ, മോശയുടെ അമ്മായിപ്പൻ പറഞ്ഞു കൊടുത്തൊരു കാര്യമാണ്. എന്നാൽ അത് നമുക്കൊരു ശ്രദ്ധേയമായ കാര്യം, ദൈവിക കാര്യങ്ങളിൽ ഇടപെടുന്ന ആൾക്കാരിൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവിടെ കാണാം. ഒന്ന്, ദൈവഭക്തന്മാർ. ഇന്ന് ദൈവമാർ എന്നുള്ളൊരു വിഷയമേ അല്ല. ഈ കത്തോലിക്ക സഭ പറയുന്നതാണോ ശരിയായിട്ടുള്ള ദൈവം? സമത്വമുള്ള 3 വ്യക്തികളുള്ള ഏക സത്തയാണ് ഒരു ദൈവം എന്ന് പറയുന്നത്. അതാണോ, അല്ലെങ്കിൽ ഗ്രീക്ക് ഓർത്തഡോക്സ് സഭ പറയുന്ന വിധത്തിലുള്ള ദൈവമാണോ ശരിയായിട്ടുള്ള ദൈവം? അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വിഷയമാണ്. അതുകൊണ്ട് ദൈവഭക്തന്മാരായിരിക്കണം. രണ്ടാമത് സത്യവാന്മാരായിരിക്കണം. ട്രൂത്ത്, തിയോളജിയിലാണ് വെറാസിറ്റി എന്ന് പറയാം. ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങളോട് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ദൈവാകരം ഞാൻ വിശ്വസ്തനായിരിക്കണം. ദൈവത്തോടും ദൈവവചനത്തോടും കൂറുള്ളവരായിരിക്കണം. അതിനോട് വിശ്വസ്തത പുലർത്തുന്ന സത്യമുള്ളവനായിരിക്കണം. അതുമാത്രമല്ല ദുരാദായം വെറുക്കുന്നവരുമായിരിക്കണം. ഇതൊരു ബിസിനസ്സായിട്ട് എടുക്കാനുള്ള ഒരു ജോലിയല്ല. ഇത് ദൈവികമായ കാര്യങ്ങളാണ്. ദൈവം പുലർത്തും. ചിലപ്പോൾ കഷ്ടങ്ങൾ വരും, നഷ്ടങ്ങൾ വരും. എന്നാൽ അത് സത്യസന്ധമായിട്ട് ചെയ്യണം. എന്നാൽ ഇന്നത്തെ ഒരു മിക്കവാറും സഭകൾ, നിങ്ങൾ തന്നെ പരിശോധിച്ച് നോക്കൂ. നിങ്ങളായിരിക്കുന്ന സഭയിൽ ഇങ്ങനെ ദൈവഭക്തന്മാരും സത്യവാന്മാരും ദുരാദായം ഇല്ലാത്തവരുമാണോ? സത്യം പഠിപ്പിക്കുന്നവരാണോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ സാരം ഇത്രയേ ഉള്ളൂ. നാം എല്ലാവരും ദൈവവചനം വായിച്ച് സത്യം മനസ്സിലാക്കി സത്യം വിശ്വസിച്ച് ആ ഉത്തരവാദിത്വം നാം തന്നെ ഏറ്റെടുക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇന്നു മുതൽ ഉപദേശകന്മാരെ തള്ളിക്കളയണം എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. നല്ല ഒരുപാട് ഉപദേശിമാർ നമ്മുടെ കേരളത്തിലുണ്ട്. എന്നാൽ
അവരങ്ങനെയോ തന്നെ എന്ന് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പരിശോധിക്കണം. പറയുന്ന വാക്കുകളുടെ അടിസ്ഥാനത്തിൽ അത് ദൈവവചനത്താൽ രൂപീകരിക്കപ്പെട്ടതാണോ? ഞാനീ പറയാം, എന്നെ കൂടി നിങ്ങൾ പരിശോധിക്കേണ്ട ആവശ്യമുണ്ട്. നിങ്ങൾ വേദപുസ്തകം വായിച്ചു നോക്കുക, അതാണ് സത്യം. അത് ആയിട്ട് താരതമ്യപ്പെടുത്തി തുലനം ചെയ്യുമ്പോൾ എവിടെയാണ് സത്യം നിലനിൽക്കുന്നത്? ദൈവത്തിൻ്റെ പരിശുദ്ധം നിങ്ങളെ പഠിപ്പിക്കും. അങ്ങനെ ആ ഉത്തരവാദിത്തത്തെ നാം വ്യക്തിപരമായിട്ട് ഏറ്റെടുക്കുകയും ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ദൈവിക സത്യങ്ങളും ദൈവത്തിൻ്റെ ക്രിസ്തുവിലും വിശ്വസിച്ച് വീണ്ടും ജനിച്ച് ദൈവമക്കളായി തീരുവാൻ ദൈവം നമുക്ക് ഇടവരട്ടെ എന്നാണ് ഇതിൻ്റെ സാരം. നമുക്ക് ഇന്നത്തെ ക്ലാസ് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, സ്വർഗീയ പിതാവേ, കേൾപ്പിച്ച നല്ല വചനത്തിനായിട്ട് നന്ദി പറയുന്നു. ദൈവത്തിലേക്ക് തിരിയാനും ദൈവവചനം വിശ്വസിക്കുവാനും വീണ്ടും ജനിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. അനുഗ്രഹത്തോടെ പറഞ്ഞയക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. നിങ്ങൾ കേട്ടതിന് നന്ദി. ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച കാണാം, കേൾക്കാം. നന്ദി. താങ്ക് യു വെരി മച്ച്.